പിടിച്ചിരിക്കുന്നത് ഇവർ കൊടുത്തിരിക്കുന്നത് 145.50 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന് സുബൈറിന്റെ പ്രതിനിധിയെ ഏൽപ്പിക്കുന്ന സമയത്ത്, സുബൈറാണ് ഗൾഫിൽ നിന്ന് കൊടുത്തു വിട്ടവന്റെ പേരാ സുബൈർ, പ്രതിനിധി ഇവിടെ വാങ്ങിപ്പോവല്ലോ, ഷീസ് എ കാരിയർ ഓൺലി. വിദേശത്ത് നിന്നും കൊടുത്തയച്ച 155 ഗ്രാം വരുന്ന സ്വർണ്ണ ആഭരണങ്ങൾ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന് സുബൈറിന്റെ പ്രതിനിധിയെ ഏൽപ്പിക്കുന്ന സമയത്ത് അതായത് ഈ പെണ്ണ് വന്ന് കസ്റ്റംസിൽ നിന്ന് കടന്ന് പുറത്ത് നിൽക്കുന്ന ഇതിന്റെ ഉടമസ്ഥന്റെ ഏജന്റ് അവർക്ക് കൊടുക്കുമ്പോൾ, നിങ്ങൾ മനസ്സിലാക്കാൻ അങ്ങനെ വിശദീകരിക്കുന്നത്, പ്രതിനിധിയെ ഏൽപ്പിക്കുന്ന സമയത്ത് കൂട്ടായ കവർച്ച ചെയ്യണമെന്ന ഉദ്ദേശിച്ചത്. അത് നിങ്ങൾ ഈ പറയുന്ന പൊട്ടിക്കൽ, അവിടുന്ന് കടത്തിക്കൊണ്ടുവന്ന് ഒരു ടീമിൽ നിന്ന് വേറെ ടീം അടിച്ചു മാറ്റി പോവുക, പൊട്ടിക്കൽ. ഇതൊരു പൊട്ടിക്കലാണ്. 1 മുതൽ 5 കൂടിയ പ്രതികളുടെ ഏൽപ്പിക്കുന്ന സമയത്ത് കൂട്ടായ കവർച്ച ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി 1 മുതൽ 5 പ്രതികൾ കുറ്റകരമായ ഗൂഢാലോചന നടത്തി 120B. അപ്രകാരം കവർച്ച നടത്തുന്നതിനായി 1-ാം പ്രതിയുടെ നേതൃത്വത്തിൽ KL 58K 5723 നമ്പർ കാറിൽ 1 മുതൽ 4 കൂടിയ പ്രതികൾ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയതായും ഈ കാര്യത്തിന് 1 മുതൽ 5 കൂടിയ പ്രതികൾ കുറ്റകരമായ മുന്നൊരുക്കവും ഗൂഢാലോചനയും നടത്തി പരസ്പരം ഉത്സാഹികളായി പ്രവർത്തിച്ചു എന്നും, ഇത്രയാണ് ഇതിന്റെ എഫ്ഐആറിന്റെ ചുരുക്കത്തിലുണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ത്രീ വരുന്നുണ്ട്, അവര് വലിയ സ്വർണ്ണമായിട്ട് വരുന്നുണ്ട്, ആ സ്വർണം തട്ടിയെടുക്കാൻ വരികയാണ്. 145 ഗ്രാമേ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് 5 ആളുകൾ വയനാട്ടിൽ നിന്നും കോഴിക്കോട് നിന്നും വരികയാണ്. ഇത് കഥ വേറെ സ്ഥലത്തേക്ക് മാറുകയാണ്. ഇത് എന്താ ഈ നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് ഞാൻ അങ്ങനെ പറയുന്നത്? ഇനി ഈ ചങ്ങാതിയിൽ നിന്ന്, ഈ സുജിത്താലത്തിൽ നിന്നും, ഈ ഡാൻസ് ആപ്പിൽ നിന്നും ഈ പറയുന്ന നൊട്ടോറിയസ് ക്രിമിനലായ ADGP അജിത് കുമാറിലേക്ക് ഈ സംഗതി, ഈ ചെയിൻ എത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഇവിടെ ഇത് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസർമാർക്ക്. ആ പണി നമുക്ക് എടുക്കാൻ കഴിയില്ല. ഇങ്ങനെ ഒരു ക്രിമിനൽ സംഘം 153 കേസ് സ്വർണം പിടിച്ച് ഈ 3 കൊല്ലം ഇവിടെ വിരാജിച്ച് ഈ കോടികൾ അടിച്ചു മാറ്റുമ്പം ഒരു DGPയുടെ നേരിട്ടുള്ള ഇന്റലിജൻസ് ഇല്ല ഇവിടെ. അവർക്ക് എന്താ പണി? എന്താ ഇന്റലിജൻസ് അറിയാതെ പോയത്? അപ്പൊ ഒരു DGPയുടെ ഉത്തരവാദിത്തത്തിൽ ഒരു പരിപൂർണമായ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ നടക്കുമോ? നിങ്ങൾ ചുരുക്കി വായിക്കും, നിങ്ങൾ കുറച്ച് ഇരിക്കേണ്ടി വരും. അല്ലാതെ ഇത് കേരളം കേൾക്കേണ്ട കാര്യമല്ലേ? ഈ സാധനം കണ്ടെടുത്തിട്ടുള്ള സീസർ മാസ്റ്ററാണ്. അറിയാലോ സീസർ മാസ്റ്റർ? കോടതിയിൽ ഈ പോലീസ് കൊടുത്ത സീസർ മാസ്റ്റർ 22/12/2020 കാലത്ത് 8 മണിക്കോടുകൂടി ദുബായിൽ നിന്നും വരുന്ന IX 344 എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങുന്ന ഒരു യാത്രക്കാരി അനധികൃതമായി സ്വർണം കൊണ്ടുവരുന്നുണ്ടെന്നും ആയത് വാങ്ങാൻ വരുന്നയാൾക്ക് കൊടുക്കുന്ന സമയം വാങ്ങാൻ വരുന്ന ആളിൽ നിന്നും സ്വർണം തട്ടിയെടുത്ത് കവർച്ച ചെയ്യുന്നതിനായി KL 58 സോൾസൺ നമ്പർ കാറിൽ സഹീർ എന്ന ആളുടെ നേതൃത്വത്തിൽ ഒരു കവർച്ചാ സംഘം യാത്രക്കാരിയുടെ അറിവോടുകൂടി വരുന്നുണ്ട് എന്ന്. അതായത് ഈ യാത്രക്കാരി തന്നെയാണ് ഈ തട്ടിയെടുക്കാനുള്ള വിവരം കൊടുക്കുന്നത്. അങ്ങനെ ചെറിയ പണിയുണ്ട്. അതായത് ഞാൻ കാരിയറായിട്ട് വരികയാണ്, എനിക്കൊരു 10,000 25,000 50,000 അതിന് കിട്ടുക. അപ്പം ഞാൻ ഈ തട്ടിയെടുക്കൽ സംഘത്തിന് ഞാൻ തന്നെ വിവരം കൊടുക്കുകയാണ്. ഞാൻ അങ്ങനെ സ്വർണ്ണമായിട്ട് വരുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് വല്ല റിസീവ് ചെയ്യും, അപ്പം നിങ്ങൾ അവിടെ നിന്ന് തട്ടിക്കോന്ന്. അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ഈ സ്ത്രീ തന്നെ ആ വിവരം കൊടുത്തു എന്നാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ നടക്കാറുണ്ട്. കാരണം ഈ 50,000 പുറമെ ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ കാരിയർക്ക് 4-5 ലക്ഷം കൂടി കിട്ടും. അപ്പോൾ അവർ തന്നെ ഒറ്റും. അപ്പോൾ ഇത് ആ ഒരു സ്റ്റൈലിലാണ് ഇതെന്നാണ് പോലീസ് പറയുന്നത്. KL 57 നമ്പർ കാറിൽ സഹീർ എന്ന ആളുടെ നേതൃത്വത്തിൽ ഒരു കവർച്ചാ സംഘം യാത്രക്കാരിയുടെ അറിവോടുകൂടി വരുന്നുണ്ടെന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിൽ മുരളീധരൻ പോലീസ് സബ് ഇൻസ്പെക്ടർ കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ, അബ്ദുൾ ജലീൽ പോലീസ് സബ് ഇൻസ്പെക്ടർ, 2 SIമാരെപ്പോഴേക്കാണ് എത്തിയത്, കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ, CPO 5496 സന്ദീപ്, എയർപോർട്ട് ഹെഡ് പോസ്റ്റ് ഡ്യൂട്ടിയിലുള്ള SCPO 4692 പ്രതാപ്, CPO ഭവിത, ഒരു ലേഡി ഓഫീസർ. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത് ആദ്യം അറിയും. ലീഗലായിട്ട് എന്താ ചെയ്യേണ്ടത്? ആ അതോറിറ്റിക്ക് വിവരം ഒരു കൊടുക്കുക വേണ്ടത്. പോലീസിന് ഇങ്ങനെ ഒരു വിവരം കിട്ടിയാൽ ആ ഇൻഫർമേഷൻ അപ്പം പ്രിവെന്റീവ് ഡിപ്പാർട്ട്മെന്റിന്, കസ്റ്റംസിന് കൈമാറണം. അതാണ് ഇവരുടെ ഡ്യൂട്ടി. അത് ഇതിലൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ എന്നിവരെ എയർപോർട്ടിൽ പാർക്കിംഗ് ഏരിയയിലും അറൈവൽ 0 പോയിന്റ് ഇങ്ങനെ വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് അപ്പോൾ ഈ വരുന്ന ആളുകളെ പോലീസ് പിടിക്കുകയാണ്. ഇത് തട്ടിക്കൊണ്ടാൻ വരുന്ന ആളുകളെ കൈ കാണിച്ച് നിർത്തി പരിശോധനയിൽ
4 പേരെ കാണുകയും അവരുടെ വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷണത്തിൽ യാത്രക്കാരിയെ കൂട്ടാൻ വന്നതാണെന്ന് പറയുകയും എന്നാൽ യാത്രക്കാരിയുടെ പൂർണ്ണ വിവരങ്ങൾ പറയാൻ കഴിയാത്തതും പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയും ഇതിനിടയിൽ കാറിലുണ്ടായിരുന്ന കറുത്ത് അടിച്ച ഒരാളും നീല കളർ ഷർട്ട് ധരിച്ച താടിയുള്ളവരാരും കാറിൽ നിന്നിറങ്ങി ഓടിപ്പോവുകയും ടിയാന്മാരെ പിന്തുടർന്നിലും പിടികൂടാൻ സാധിക്കാതെ വരികയും തുടർന്ന് വാഹനം ഓടിച്ചയാളെയും കൂടെയുള്ള ആളെയും വാഹന സഹിതം എയ്ഡ് പോസ്റ്റിലെത്തിച്ച് പേരും വിലാസവും ചോദിച്ചതിൽ സോൻ മുഹമ്മദ് ജംനാസ് മാളിയക്കൽ ഹൗസ് ഇങ്ങനെ വന്നിട്ട് സിദ്ദീഖ് വളമശ്ശേരി മൊബൈൽ നമ്പർ എന്ന് പേരും വിലാസവും പറയുകയും ഓടിപ്പോയ ആളെക്കുറിച്ച് ചോദിച്ചാൽ അതിൽ കറുത്ത തടിച്ച ആൾ അരീക്കോട് സ്വദേശി സോയാണെന്നും മറ്റേയാൾ ടീഷർട്ട് ധരിച്ച ആൾ താടിയുള്ള സഹീറിന്റെ സുഹൃത്താണെന്നും മൊഴി നൽകി. ഞാൻ ഷോർട്ടായിട്ട് വായിക്കാം, മീനിലേക്ക് പോവാണ്. എന്നയാളും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ടിയാന്മാരെ ചോദ്യം ചെയ്തതിൽ നിന്നും മൊബൈൽ ഫോൺ നമ്പർ പരിശോധിച്ചതിൽ നിന്നും സ്വർണം കൊണ്ടുവരുന്ന ദുബായിലുള്ള സ്ത്രീ ദുബായ് ഫ്ലൈറ്റിലാണെന്ന് വരുന്നതെന്നും സുൽത്താൻ ബത്തേരി സ്വദേശ ഡീനയാണെന്നും കൊടുത്തയച്ച കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഇവർ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വന്ന് ഏകദേശം വിമാനത്തിൽ യാത്രക്കാരിയെ തിരിച്ചറിയാവുന്ന മുഹമ്മദ് സാദ് കെ എന്നയാൾ എയർപോർട്ടിലെത്തി യാത്രക്കാരിയെ വരുന്നത് നിരീക്ഷണം നടത്തി 9:30 മണിയോടുകൂടി എയർ ഇന്ത്യ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങി. നടപടി ക്രമങ്ങൾ പൂർത്തിയാക്കി യാത്രക്കാരി പുറത്തു വന്നു. ടിയാരിയെ കണ്ട് തിരിച്ചറിഞ്ഞ പേരും വിലാസവും ചോദിച്ച ഡീൻ വത്സൻ, ഡോക്ടർ ഓഫ് വത്സൻ, 66 വയസ്സ്, പള്ളിക്കുന്ന് ഹൗസ്, ബീനാച്ചി എന്ന അഡ്രസ്സാണെന്ന് മനസ്സിലാക്കുകയും ടിയാരിയോട് സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചതിൽ പോലീസ് വയ്ക്കുക. ടിയാരി കൂടുതൽ പറയുകയും ചെയ്തതിൽ ടിയാരിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് എയ്ഡ് പോസ്റ്റിൽ കൊണ്ടുവന്ന് പിന്നെ അങ്ങനെ ചോദ്യം ചെയ്യുകയാണ്. നിയമാനുസൃതം ഡിക്ലെയർ ചെയ്ത് ടാക്സ് അടച്ചിട്ടുണ്ടോ വെച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പരിശോധിച്ച് വന്നതിൽ അയാളുടെ പ്രതിനിധിക്ക് ഇവിടെ വെച്ച് കൈമാറാനാണെന്ന് പറഞ്ഞ് തുടർന്ന് സ്വർണ്ണാഭരണങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ കിറ്റിലെ ത്രാസിൽ വെച്ച് നോക്കിയപ്പോൾ 145 ഗ്രാം 145 ഗ്രാം 9 ഗ്രാം തൂക്കമുള്ള ടിയാരിയുടെ കവർച്ച മുതൽ, അതായത് 145 ഗ്രാം ഈ സ്വർണം കൊണ്ടുവരാൻ ഭയങ്കര കള്ളക്കടത്തല്ലേ. ഏത് പാസഞ്ചർക്കും 120 ഗ്രാം കൊണ്ടുവരാം, നിയമമാണ്.